ഗൈസ്, വെൽക്കം ബാക്ക് ടു സകടമ വ്ലോഗ്സ്. സകടമ വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഞാനും അമ്മയും ഏട്ടാപ്പും കുഞ്ഞും കൂടെ നമ്മുടെ വീട് പണി നടക്കുന്ന സ്ഥലത്തോട്ട് പോവാണ്. അവിടെ പണി തുടങ്ങാൻ വേണ്ടി എല്ലാം വൃത്തിയാക്കുന്നെന്നൊക്കെ പറയുന്നു. അപ്പൊ നമുക്ക് അവിടെ വരെ പോയി ഒന്ന് കാണാം. കുറേ ആയി അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട്, പണിയൊക്കെ ഒന്ന് നിന്നിരിക്കുമായിരുന്നല്ലോ സാഹചര്യങ്ങളൊക്കെ കൊണ്ട്. അപ്പൊ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാന്നു. അതെ, എങ്ങനെയാണെന്ന് അറിയട്ടെ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം, നിങ്ങളെയും കാണിക്കാം. ഒരുപാട് പേര് മെസ്സേജിലും ഫോൺ വിളിച്ചും കമന്റിലും ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് വീട് പണി എന്തായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരെയും കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു, എല്ലാവർക്കും സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് വീട് പണി നടക്കുന്നിടത്തോട്ട് പോകാം. പഴയത്താണോ പെരപണി എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. പക്ഷേ പെര പണിയേണ്ട ആൾക്കാർ വരണ്ടേ, അപ്പോഴല്ലേ നമുക്ക് പെരപണി തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ബംഗാളീസും ആസാമീസും അങ്ങനെ ഇതര സംസ്ഥാന തൊഴിലാളി ചേട്ടന്മാരൊക്കെ വന്നത് ഇപ്പോഴാണ്. പിന്നെ കട്ടളയുടെ പരിപാടിയൊക്കെ തീരുന്നതും ഇപ്പോഴാണ്. അപ്പം നമുക്ക് അന്നേരമല്ലേ പണിയാൻ പറ്റുള്ളൂ. അപ്പോൾ കട്ടള ഇപ്പോൾ ഉടനെ ഉണ്ടാവും. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്കത് പോയി കാണാം. അമ്മ ഇറങ്ങി, ഏട്ടാപ്പും ഇങ്ങോട്ട് ഇറങ്ങിയില്ല. അതിന് അമ്മ അവിടെ നിൽക്കുക. എല്ലാരും പേടിപ്പിക്കുവാണ്. എല്ലാരും പേടിച്ചോളൂ. കേശു എല്ലാരും പേടിപ്പിക്കുന്നതാണ്. ഉമ്മ കൊടുത്തേ, ഒരു ഉമ്മ കൊടുത്തേ എല്ലാവർക്കും. ടാറ്റാ ഉമ്മ 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 ഉമ്മ. എല്ലാവർക്കും ഉമ്മ കൊടുത്തേ കേശു. ഉമ്മ പുറകെ വരുന്നു. അഭിച്ചൻ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. കേക്കടെ വന്നെന്ന് എന്നാന്ന് ചോദിക്കട്ടെ. അപ്പം ഞങ്ങൾ കാറയിൽ കയറി. വേണ്ടേ അമ്മ, നമുക്ക് പോയിട്ട് വരാം. ഇതാണ് നമ്മളിവിടെ വന്ന് താമസിച്ച് കഴിയുമ്പോൾ നമ്മുടെ സിറ്റി, നമ്മുടെ ഞാലിയാകുഴി, സ്വന്തം ഞാലിയാകുഴി കണ്ടോ. ഇവിടം വരെ വരണം നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ. പോകുന്ന വഴിക്ക് വേറെ ചെറിയ കടകളൊക്കെ ഉണ്ട്, എന്നാലും പ്രധാനപ്പെട്ട സ്ഥലം ഇവിടെയാണ്, ഞാലിയാകുഴി. പക്ഷെ എവിടൊക്കെ പോയാലും നമ്മുടെ കിനാശ്ശേരി നമ്മുടെ ചങ്ങനാശ്ശേരിയാണ്. അതെ, ആരും ഇവിടെ വന്ന് താമസിച്ചാലും എവിടുത്തുകാരാന്ന് ചോദിച്ചാൽ നമ്മൾ ചങ്ങനാശ്ശേരിക്കാരാന്ന് നമ്മൾ പറയുള്ളൂ. അതെ, ചങ്ങനാശ്ശേരി കോട്ടയം, വാഗത്താനം, കോട്ടയം, ഞാലിയാകുഴി, പുതുപ്പള്ളി. അതെ, അങ്ങനെ ആ സത്യാവസ്ഥ അമ്മ ഇന്നെങ്കിലും മനസ്സിലാക്കി. അന്ന് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് മേളത്തെ നിലയുടെ പണി കഴിഞ്ഞു. പക്ഷെ എന്നെ എടുക്കാനാ നമ്മുടെ കുഴപ്പമില്ല, പണി തന്നെ സുമിത്തേട്ടനെയും കുഴപ്പമില്ല, ഒന്നുമല്ല, സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങളാണ്. സത്യം പറഞ്ഞാലേ അത് വന്നത് കൊണ്ട് മനസ്സിലായ കാര്യം എത്ര ബംഗാളികളുണ്ടെന്ന്, എത്ര ബംഗ്ലാദേശികളും ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്നവരൊന്നും അല്ല. അത് ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്ന ഒരുപാട് ആളുകള് ഈ നമ്മുടെ നാട്ടിലെ മേസ്ത്രിമാരും കൂലിപ്പണിക്കാരും ഒത്തിരി പേരുണ്ടായിരുന്നു. ഇവരെല്ലാരും ഗൾഫിൽ പോയിട്ട് ഇതേ കൂലിപ്പണി തന്നെ ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബംഗാളികൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും 300 രൂപയ്ക്കും 400 രൂപയ്ക്കും 600 രൂപയ്ക്ക് പണിയാൻ ആളുകൾ ഉള്ളപ്പോഴത്തേക്കിനും നമ്മൾ മലയാളികളെ ആരും പണിയിപ്പിക്കുന്നില്ലായിരുന്നു. നമുക്കിവിടെ തച്ചിന് 1000 രൂപ, അതുകൊണ്ട് പൈസ കിട്ടാൻ വേണ്ടി തച്ച് കൂട്ടിപ്പണിയുമായിരുന്നു. അതെ, നമ്മുടെ സ്ഥലത്തെ കണ്ടം കാണിച്ചാൽ സ്ഥലം മുഴുവൻ തേണ്ടേ പുല്ലൊക്കെ സൈഡിൽ നിന്നെല്ലാം വിഷം അടിച്ച് കണ്ടത്തിന്റെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ കണ്ടത്തറമ്പ്. ഹായ് കണ്ടോ ഗൈസ്, അപ്പുറം ഇപ്പുറയും കണ്ടവാ. അതെ, വഴി നന്നാക്കി വിഷം അടിച്ചോണ്ടാ പുല്ല് അങ്ങനെ കരിഞ്ഞ് കിടക്കുന്നത്. അങ്ങനെ കണ്ടം കഴിഞ്ഞ് ഭാഗത്താനം പഞ്ചായത്ത് നല്ല പഞ്ചായത്താന്ന് എല്ലാവരും പറയുന്നത്. അതെ അതെ, കണ്ടോ അതാ. അങ്ങനെ നമ്മൾ നമ്മുടെ പറമ്പിലെത്തി ഗായ്സ്.
വഴിയൊക്കെ പുല്ലെടുത്ത്. അയ്യോ കാട് കേറി ഗൈസ്. ഇതൊക്കെ വണ്ടി അന്ന് വേണ്ട പുല്ലൊക്കെ ചെത്തി എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. പുല്ലൊക്കെ പറിച്ച് തറ കെട്ടി എടുത്ത് ഇതിനകത്തെല്ലാം പുല്ല് കിളുത്തായിരുന്നു. കണ്ടോ പുല്ലെല്ലാം പറിച്ചവർ. ഇത് മഴ പെയ്ത് വെള്ളം ഇതായി കിടക്കുക. നിറച്ച് പുല്ലായിരുന്നു. അത് മുഴുവൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതപ്പുറത്ത് വേറൊരു കൂട്ടർ പണിയുന്നതാണ്. അവരുടെ പണി ഇവിടം കൊണ്ട് ഇപ്പം നിന്ന് കിടക്കുക. ഇതേ പ്രശ്നങ്ങൾ കാരണം അവരും ഇപ്പം റീസ്റ്റാർട്ട് ചെയ്യുമായിരിക്കും ഉടനെ. അവർ കണ്ട് ഓൾമോസ്റ്റ് പണി ഏകദേശമൊക്കെ കഴിഞ്ഞതായിരുന്നു. അതിനകത്ത് ആളുണ്ട് ഏട്ടാ. അപ്പോൾ നോക്കാൻ പോവാം. വെള്ളമുണ്ടോ അമ്മ? ആ അവർക്ക് തറ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. വെള്ളമായോ അമ്മ? നമ്മുടെ കിണറ്റിലെ വെള്ളം. ഹായ്. അയ്യോ അതെ അപ്പുറത്തെ അതുകൊണ്ട് അവിടെ കാടായിരിക്കും മുഴുവനും അല്ലേ? അവിടത്തുകാരൊന്നും വീട് പണിയാത്രത്തോളം അവിടെ എല്ലാം കാട് വരും. അവിടെ ഇവിടെ ഒന്നും വീടുണ്ടെന്ന് പോലും തോന്നത്തില്ല. വീണ്ടും നമ്മൾ തന്നെ അവിടെ എല്ലാം വെട്ടിത്തെളിക്കേണ്ടി വരും. ഈശ്വരന്മാരെ എന്തായി തീരുവോ. കാടെന്ന് പറഞ്ഞാൽ ഭയങ്കര കാടാണ് വളരുന്നത്. അതെ പയ്യെ പയ്യെ ഗ്രാജുവലി എല്ലാവരും വീട് പണിയുമായിരിക്കും. ഏതാ? ആ പിന്നെ ഈ വഴി പുല്ല് കയറിപ്പോയാൽ നമുക്ക് ഈ വഴിയുണ്ട്. പക്ഷെ അവിടെ ഒരാളുടെ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയിലോട്ടുള്ള വഴിയാണത്. അതായത് നമ്മുടെ ആ കുഴി കണ്ടോ, അതിനപ്പുറത്തോട്ട് ആ വരമ്പ് വിട്ടിരിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ആൾക്കാരുടെ വസ്തു, അവരുടെ വസ്തുവിലേക്കുള്ള വഴിയാണ്. നമുക്ക് അത് നമ്മുടെ വഴിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർ വീട് പണിനിടം വരെ വേണം നമുക്ക് വരാം. വിഷം അടിക്കണം. മേടിച്ച് വിഷം ഇവിടെ എല്ലാം അടിച്ചിട്ടെങ്കിൽ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ. അമ്മ വീട് പണി എന്തായെന്ന് ചോദിക്കുന്നവരോട് അമ്മ പറഞ്ഞു. ഞങ്ങൾ അടുത്ത ആഴ്ചത്തേന് അതായത് 15-ാം തീയതിക്കുള്ളിൽ 15-ാം തീയതിക്ക് മുന്നേ ഞങ്ങൾ കട്ടള വയ്ക്കും. അതെ കട്ടള വെച്ച് പണി തുടങ്ങും. ആകെപ്പാടെയുള്ളൊരു തെങ്ങാണ് കഴിച്ച് നിങ്ങൾ കാണുന്നത്. അത് തേങ്ങ പോയിട്ട് തേങ്ങയുടെ ഒരു പോലും ഇല്ല. ഈ കാക്കയാണെന്ന് തോന്നായിരിക്കുന്നത്. നമ്മുടെ ഈ ടാങ്ക് എല്ലാം അതുകൊണ്ട് അവിടെ ആയിരുന്നു. ആ തെളിഞ്ഞിരിക്കുന്ന ഭാഗം കണ്ടോ, അവിടെ ടാങ്ക് എല്ലാം ആയിരുന്നു. അപ്പം അവിടുന്ന് അതെല്ലാം മാറ്റി ഇവിടെ കൊണ്ട് വെച്ചു മുത്താനൊക്കെ. പിന്നെ നമുക്ക് അത് ഈ കാര്യത്തിൽ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ലൂ. കാരണം എന്താ വെച്ചാൽ ഇതുപോലെ പണിക്കാരില്ല. ഒന്നാമത്തെ കാര്യം പെട്ടെന്ന് പ്രതിസന്ധി വന്നു പോയി. ഇലക്ഷൻ്റെ കയ്യിൽ പോയി. ഇലക്ഷൻ ചെന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മലയാളികൾ അങ്ങനെ തന്നെയല്ലേ. നമ്മൾ നാട്ടിൽ ലീവിന് വന്നു കഴിഞ്ഞാൽ ഓണമാണ്, ക്രിസ്മസ് ആണ്, 5 ദിവസം കൊണ്ട് നീട്ടും. അങ്ങനെ നീട്ടി അമ്മ പെരുന്നാൾ കഴിഞ്ഞു. 27-ാം തീയതി അവരുടെ പെരുന്നാളായിരുന്നു. ആ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ അവർ നാട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം മഴ പെയ്യും. നമ്മുടെ അവസ്ഥ ഇത്രയും നമ്മൾ തറ കിട്ടിയിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. ഇവരുടെ അവസ്ഥ കണ്ടില്ലേ. ഇവർ വിഷുവിന് കയറി താമസിക്കേണ്ടവരായിരുന്നു. വിഷുവിന് കയറി താമസിക്കേണ്ട ഇവർ ഓണമായാലും കയറി താമസിക്കുന്ന രീതിയിൽ വന്നേക്കുന്നത്. കാരണം വിഷുവിന് കയറി താമസിക്കാൻ നേരത്തെ അത്രയും പണി തീർത്തിട്ടൊക്കെ ഇനി അവർക്ക് തേപ്പും ഇറങ്ങി മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ 3 മാസം അവരുടെയും പെട്ടുപോയി. നമ്മളതുപോലെ തന്നെ നമ്മളെ ഏറ്റവും വലിയ നേരിടാൻ പോകുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് മഴയാണ്. അതെ കിളുത്ത കാട് കണ്ടോ. ഇതെല്ലാം ഇനി ഒന്നും കൂടെ JCB വിളിച്ചുകൊണ്ട് വന്ന് മുഴുവൻ വെട്ടിത്തളിക്കണം. എല്ലാം കൂടെ ഒക്കെ പാടായിരിക്കും. ദൈവമേ എന്തായി തീരുവോ. ലോറിയൊക്കെ വരുമ്പോൾ റെഡിയാകുമെന്ന് ഏട്ടാപ്പ് പറയുന്ന വഴിയൊക്കെ. എത്ര കാട് കണ്ടോണ്ടേ നമുക്ക് അവിടെ എന്ന് പറഞ്ഞാൽ എത്ര ഇങ്ങനെ അടിക്കടി വീടായതുകൊണ്ട് ഈ ഒരു പറമ്പിനകത്ത് ഇപ്പോൾ 2 വീടേ പണിയുന്നുള്ളൂ. ബാക്കിയെല്ലാം പറമ്പിനപ്പുറത്താ കണ്ടോ വീടുകൾ. അപ്പുറത്തല്ലാവാ വീടുകൾ കണ്ടില്ലേ. കണ്ടോ വഴിക്കപ്പുറമാ വീടുകൾ. ഓരോരുത്തർക്കായിട്ട് കൊടുത്തേക്കുന്ന വസ്തുവല്ലേ ഇത്. ഓരോരുത്തരായിട്ട് വാങ്ങിയേക്കുന്ന വസ്തുവൊക്കെ അല്ലേ. അപ്പം അതിനനുസരിച്ച് എല്ലാവരും വീട് പണിഞ്ഞ് തുടങ്ങും. അതെ അപ്പം ഇതാണ് നമ്മുടെ വീട് പണിയുടെ സിറ്റുവേഷൻ. ഇനി തിരിച്ചു പോവാണ്. നമ്മൾ വരുന്നു, സ്ഥലമെല്ലാം കണ്ടു, അവർ വൃത്തിയാക്കിയതെല്ലാം നമ്മൾ വന്ന് നോക്കി. ഇനി നമുക്ക് തിരിച്ച് ടാറ്റ പോകാം വീട്ടിലോട്ട്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഇനി മഴ പെയ്യുമോ എന്ന് അറിയത്തില്ല. കാരനായതുകൊണ്ട് കുഴപ്പമില്ല. കുഞ്ഞാപ്പി ഉറങ്ങി. കുഞ്ഞാപ്പി നനയുന്നുണ്ടോ? കുഞ്ഞാപ്പിക്ക് കളവ് എടുത്ത് കുഞ്ഞാപ്പി ഇറങ്ങി. ഇനിയിപ്പോ പോകുന്ന വഴിയുണ്ടോ? ഇതെവിടെ വെള്ളം
അയ്യോ എന്നെ പുല്ല അത് അമ്മ അതിന് പണ്ടെന്നൊക്കെ പറഞ്ഞ പശുക്കളുള്ളായിരുന്നോണ്ട് എല്ലാരും ചെത്തുമായിരുന്നു. ഇപ്പൊ ആരും പശു വളർത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അതാ ഇത്ര പുല്ല്. എന്ത് പശു ഉണ്ടായിരുന്നു വണ്ടിക്കണക്കിനല്ലേ പുല്ല് വന്ന് എത്തി പുല്ല് പോകും. പിന്നെ ആശാപ്പിച്ചിലെടുത്ത് തരും അവരും വന്ന് എത്തിക്കൊണ്ട് പോകും. ആളെ നിർത്തി ഇപ്പൊ ആർക്കും വേണ്ട. മറ്റേ സിന്ധു അമ്മയൊക്കെ ഇല്ലേ പ്രതിഭാട്ടിന്റെ അവർക്ക് എന്തോരം ഉണ്ടായിരുന്നു പശു. എന്നാ വൈബല്ലേ മഴയത്ത് വണ്ടി ഓടിച്ചു പോകുന്നത് അല്ലേ മേ? സുഖമാ. അങ്ങോട്ട് പോണം, ഇതിലെ പോണം. അവിടെ കണ്ടത്തിന്റെ സൈഡിൽ കൂടെ പോകും, നടുക്കൂടെ പോകും. രണ്ട് സൈഡിലും കണ്ട്. വെള്ളമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇവിടെ ഞങ്ങൾ 2018 20 വെള്ളം കയറിയപ്പോ വെള്ളം കയറിയ അല്ല ഇവിടെ എല്ലാ വർഷവും കയറും. റോഡ് വരെ വെള്ളം കയറും. വർഷം കയറുമായിരിക്കും. പുല്ലായോണ്ട് വെള്ളം അറിയാത്ത. ഇവിടെ 2018 എന്തോരം വെള്ളം ഉണ്ടായി കാണും അല്ലേ?